ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ഇന്ന് ശനിയാഴ്ച രാവിലെ നമുക്ക് കോഴിയെ സെയിൽ ചെയ്യേണ്ട ദിവസമാണ് കേട്ടോ. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് കേട്ടോ നമ്മൾ കോഴിയെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂവൻ കോഴി കൃഷി നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലേ? ഇവരെയൊക്കെ കുഞ്ഞുങ്ങളായിട്ടല്ലേ കണ്ടേക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും അത്യാവശ്യം വലിപ്പമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവർക്ക് എമർജൻസി ആയിട്ട് കുറച്ച് കോഴികളെ വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. 50 എണ്ണത്തിന് ഓർഡർ വന്നായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കൂടൊക്കെ ഒന്ന് കുറച്ച് സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇവരെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം 50 എണ്ണത്തിനെ പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഈ ട്രേ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. തീറ്റ കിട്ടാനാണെന്ന് ഉള്ള രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. കാരണം ഈ സമയത്ത് നമ്മൾ തീറ്റയൊക്കെ ഇവർക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തീറ്റയ്ക്ക് കൊടുക്കാനാണെന്നുള്ള രീതിയിലാണ് കേട്ടോ എല്ലാവരും വന്ന് നമ്മളെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ തീറ്റയൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പിടിക്കാൻ വേണ്ടി പോവാണ്. ഇതിനകത്ത് നമ്മൾ ഇച്ചിരി തൂക്കം ആയതിന് നമ്മളിപ്പോൾ പിറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി കൊത്തും ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൽക്ക അവിടെ പീലേക്ക് വിടർത്തി നിൽപ്പുണ്ട്. അപ്പം ഞാൻ പിടിക്കുന്നതുകൊണ്ട് ഈ വീഡിയോ എടുക്കലും അതുപോലെ തന്നെ കോഴിയെ പിടിക്കുന്ന എല്ലാം കൂടെ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് കോഴീനെ പിടിച്ച് ട്രെയിനകത്തൊക്കെ ആക്കിയതിന് ശേഷം ബാക്കി വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആർക്കും വലിയ പേടി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കുഞ്ഞിനെ മുതലേ നമ്മളെ കാണുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ നേരത്തെ കൂട് പണിഞ്ഞൊരു വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ അതെനിക്ക് ഇടാനൊന്നും പറ്റില്ല. അത് ഉടനെ തന്നെ ഇടാൻ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഫുഡ് വേസ്റ്റൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ അറക്കപ്പൊടിക്കകത്ത് അഴുക്കാകാൻ സാധ്യത കൂടുതലാണ്. ഞങ്ങളതിനെ 2 ആയിട്ട് തിരിച്ചായിരുന്നു കേട്ടോ. ഒരു പലക വെച്ചിട്ട് കുറച്ച് ഭാഗത്ത് മാത്രം അറക്കപ്പൊടി ഇട്ടു, ബാക്കി ഭാഗത്ത് ചുമ്മാ സിമെൻറ്റിൽ ഇട്ടേക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കഴുകി വിടുക. ഒത്തിരി വേസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. കഴുകി വിടാനൊക്കെ ഉള്ള എളുപ്പത്തിന് നമ്മൾ അങ്ങനെയായിരുന്നു കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കൂട്ടിലോട്ട് വന്നപ്പോൾ കേട്ടോ എല്ലാവർക്കും കുറച്ചുകൂടി ഹാപ്പിയായി. കാരണം മറ്റേ കൂടിനകത്ത് കുറച്ച് ഗ്യാപ്പ് കുറവായിരുന്നു. ഇതിനകത്താകുമ്പോൾ എല്ലാവർക്കും കയറി കിടക്കാനും അതുപോലെ തന്നെ നടക്കാനും ഇരിക്കാനും ഒക്കെ ഒത്തിരി സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൂട്ടിലോട്ട് മാറ്റിയപ്പോൾ എല്ലാവരും വലിയ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്പേസിലാണ് നമ്മൾ തീറ്റയൊക്കെ കൊടുക്കുന്നത് കണ്ടോ. ഇവിടെ എല്ലാം വേസ്റ്റ് ഒത്തിരി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയറിയപ്പോൾ എൻ്റെ കാലയിലോട്ട് വന്നിട്ട് ആ ചെരുപ്പിൻ്റെ കളറൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നു കേട്ടോ. എടുത്ത് നോക്കി നിൽക്കുന്നുണ്ടോ. അപ്പോൾ കാലിൻ്റെ 2 കൊത്തും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് വെയിറ്റ് കൂടിയതിനെ നമ്മൾ പിടിച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരേപോലെ വെയിറ്റ് ഒന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ പോയിട്ടൊരു 4 കിലോയ്ക്ക് മുകളിലൊക്കെ വെയിറ്റ് ആകുന്നതാണ്. പക്ഷെ നമ്മൾ അത്രയും നോക്കി നിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഇത്രയും വെയിറ്റ് മതി എന്ന് പറഞ്ഞിട്ടോ. ഒരു 2-2.5 കിലോയുടെ വെയിറ്റൊക്കെ മതി എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു വെയിറ്റിലെ പൂവന്മാരെയാണ് കേട്ടോ പിടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പിടിച്ചെല്ലാം ട്രേക്കകത്തൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. 4 ട്രേയിലായിട്ടാണ് ആക്കിയേക്കുന്നത്. 12 എണ്ണം വെച്ച് കയറിയിട്ടുണ്ട് കേട്ടോ 4 ട്രേക്കകത്ത്. പിന്നെ നമ്മുടെ വണ്ടി നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന നമ്മുടെ കാറാണ് കേട്ടോ. അപ്പോൾ വേസ്റ്റ് എടുക്കാനും ഇതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഇതിനകത്താണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ട്രേ വെച്ചിട്ടാണ് കേട്ടോ അവരെല്ലാം കയറ്റിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ബഹളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളെ വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കും എല്ലാവരും അനങ്ങാതെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും പിടിച്ചതിൻ്റെ ട്രേക്കകത്ത് 4 ട്രേയും കയറ്റി കേട്ടോ. അപ്പോൾ ഇന്ന് 10 മണിക്ക് മുമ്പായിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കാമെന്നായിരുന്നു കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ രാവിലെ തന്നെ പോവുകയാണേ. അപ്പം അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മറ്റൊരു ദിവസം അത് ഉൾപ്പെടുത്താം.